ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 46ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4 ആൻഡ് 8 ഓൺ എ ക്ലോക്ക് ഫേസ്. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. Second question, how many equilateral triangles can we make by joining the numbers on a clockwise? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മെഷർ ഓഫ് ദി ആംഗിൾ ഫോംഡ് വെൻ കണക്ടിങ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ടു ദി സെൻറ്റർ. നമുക്കിവിടെ ഈ സെൻറ്ററിലെ നമ്മൾ ഈ 12 എന്ന് എടുത്താൽ അവിടുന്ന് ഈ സെൻറ്ററിലേക്ക്, അതുപോലെ ഇപ്പം 1 മണി 1 എന്നുള്ള നമ്പറിലേക്ക്, അപ്പം ഇങ്ങനെ അടുത്തടുത്ത രണ്ട് നമ്പറുകൾ ചേർത്തിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ അവിടെ എത്ര ഡിഗ്രി ആംഗിൾ കിട്ടും അത് കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ 360 ഡിഗ്രിയാണ്. ആ 360നെ 12 ഭാഗങ്ങളാക്കിയാൽ മതി. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടും. ആംഗിൾ ഫോംഡ് വെൻ കണക്ടിങ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ടു ദി സെൻറ്റർ, അത് ഈക്വൽ ടു ടോട്ടൽ 360 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ നമുക്ക് 12 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതായത് ഓരോ 5 മിനിറ്റിന് കൂടുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അതായത് നമ്മളിങ്ങനെ ഈ 12ഉം ഇത് തമ്മിലാണ് കൂട്ടിമുട്ടി ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് 30 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഇത് 90 ഡിഗ്രി ആയിരിക്കും. 3 സംഭവങ്ങൾ നോക്കിയാൽ. അപ്പോൾ ഇവിടെ നമുക്ക് 1ഉം 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് 3 യൂണിറ്റ് ആണ്. അപ്പോൾ 1ഉം 4ഉം തമ്മിൽ നമുക്ക് 3 യൂണിറ്റ് കിട്ടി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 3 ഇൻറ്റു 30 ഡിഗ്രി ഈക്വൽ ടു അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 8 എന്ന് പറയുന്ന ആംഗിൾ, അപ്പോൾ ആംഗിൾ 8 ഈക്വൽ ടു ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും. ഹാഫ് ഇൻറ്റു 90 ഡിഗ്രി ഈക്വൽ ടു നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി കിട്ടി. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 4 ആൻഡ് 8 ഇത് ഈക്വൽ ടു 4 ഇൻറ്റു 5 1 2 3 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു അത് 4 ഇൻറ്റു 30 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. 4 to 8, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ പേര് കൊടുത്തിട്ടുള്ള ആംഗിൾ 1 എന്ന് എടുക്കാം. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 120 ഡിഗ്രി ഈക്വൽ ടു അത് 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 4 എന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 8 മുതൽ 1 മണി വരെ, അപ്പം 1 2 3 4 5 യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 8 ആൻഡ് 1 അത് 5 യൂണിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ 5 ഇൻറ്റു 30 ആയിരിക്കും ഈക്വൽ ടു 150 ഡിഗ്രി ആയിരിക്കും. അവിടുത്തെ സെൻട്രൽ ആംഗിൾ കിട്ടും. അപ്പോൾ ഇവിടെ 8 മുതൽ 1 വരെയുള്ള അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ 4 ആണ്. അപ്പോൾ ആംഗിൾ 4 നമുക്കെടുക്കാം. ഈക്വൽ ടു അത് ഹാഫ് ഇൻറ്റു 150 ഡിഗ്രി ഈക്വൽ ടു 75 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ആംഗിൾ 4 75 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 3 ആംഗിളുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ ചെയ്തത് ഓരോ യൂണിറ്റിനും ആകെ നമുക്ക് 360 ഡിഗ്രി ഉണ്ട്. അതിൽ ഓരോ യൂണിറ്റിനും ഇടയിൽ നമുക്ക് 12 യൂണിറ്റ് ആക്കി എടുത്തു, 5 മിനിറ്റ് വീതം. അപ്പോൾ ഓരോ യൂണിറ്റിനും ഇടയിൽ നമുക്ക് 30 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഡിസ്റ്റൻസ് നോക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ നോക്കി. അപ്പോൾ സെൻട്രൽ ആംഗിൾ പകുതി ആയിരിക്കും ഇവിടെ ഈ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ. അങ്ങനെ ഓരോന്നിൻ്റെയും ആദ്യത്തെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ 45 എന്ന് ഈ ആംഗിൾ എടുത്തു. അടുത്തതിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ 60 ഡിഗ്രി എടുത്തു. മൂന്നാമത്തേതിൻ്റെ 150 ഡിഗ്രിയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 75 ഡിഗ്രി എടുത്തു. ഇനി ഹൗ മെനി equilateral triangles can we make by joining the numbers on a clockwise? അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാവണമെങ്കിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ 60 ഡിഗ്രി ആവണമെങ്കിൽ
സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കണം. ഓൾ ആംഗിൾസ് ഇൻ ആൻ ഈക്വലേറ്റർ ആംഗിൾ ആർ 60 ഡിഗ്രി ഈച്ച്. അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 2 ഇൻറ്റു 60 ഈക്വൽ ടു 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓരോ ചെറിയ ഡിവിഷൻ 5 മിനിറ്റ് കൂടുന്ന ഡിവിഷൻ്റെയും 30 ആണ്. അപ്പോൾ ഈ 30 ഡിഗ്രി ഇൻറ്റു 4 യൂണിറ്റ് വന്നാലാണ് 120 ഡിഗ്രി കിട്ടുക. 30 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് 4 യൂണിറ്റ് വീതമുള്ള ഓരോ സ്ഥലത്തും 4 യൂണിറ്റ് വീതം എത്ര ട്രയാങ്കിൾ ആക്കി എടുക്കാൻ പറ്റുമെന്ന് വേണം നോക്കാൻ. അപ്പോൾ നമ്മുടെ പോസിബിൾ നമ്പേഴ്സ് ഇവിടെ മുതൽ നോക്കാം, 12 മുതൽ നോക്കാം. ഈ 12 എടുത്താൽ ഇവിടെ നമുക്ക് 4 യൂണിറ്റ് വേണം. 1, 2, 3, 4. 1 മുതൽ 4 വരെ എടുത്താൽ അവിടുത്തെ സെൻട്രൽ ആംഗിൾ 120 ആയിരിക്കും. 1, 2, 3, 4 ഈ 8 വരെ എടുത്താൽ ഇപ്പോൾ നമുക്ക് അതിൽ ഒന്നാമത് കിട്ടുന്നത് 12, 4, 8. അവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ 120 കിട്ടും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും നമുക്ക് 60 ഡിഗ്രി വീതം കിട്ടും. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. 1 സെലക്ട് ചെയ്തു, 1, 2, 3. അടുത്തത് 5, 1, 5, 9. 6 എടുക്കാം, 10 എടുക്കാം, 2 എടുക്കാം. അപ്പോൾ മൂന്നാമത്തെ 2, 6, 10 വരും. ഇനി 3 എടുക്കാം, 7 എടുക്കാം, 11 എടുക്കാം. ഇത് കംപ്ലീറ്റ് ആയി. 3, 7, 11. അപ്പോൾ 12, 4, 8 എന്നിങ്ങനെ എടുത്താലും നമുക്ക് ആംഗിൾ 60 ഡിഗ്രി വീതം കിട്ടും. 1, 5, 9 എടുത്താലും ആംഗിൾ 60 ഡിഗ്രി വീതം കിട്ടും. 2, 6, 10 എടുത്താലും ആംഗിൾ 60 ഡിഗ്രി വീതം കിട്ടും. 3, 7, 11 എടുത്താലും ആംഗിൾ 60 ഡിഗ്രി വീതം കിട്ടും. അപ്പോൾ നമ്മളെല്ലാ നമ്പറും നമ്മൾ 12 മുതൽ 11 വരെ എടുത്തു കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ആകെ 4 ഈക്വലേറ്റർ ട്രയാങ്കിളാണ് കിട്ടുക. അപ്പോൾ വി ഗെറ്റ് 4 ഈക്വലേറ്റർ ട്രയാങ്കിൾ. നമുക്ക് 4 ഈക്വലേറ്റർ ട്രയാങ്കിൾസ് കിട്ടും.